ഉപദേശം പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വയറ് അറിയാം. മക്കൾ വിശന്ന് കരയുമ്പോൾ ഉപദേശം കൊടുക്കാൻ പറ്റുക. കടക്കാരൻ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 10-42 വയസ്സായില്ലേ, ഇനി എന്തിനാണ് നിങ്ങൾ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ 25 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരാ ചെറിയ ശമ്പളത്തിന് കിട്ടാനുണ്ട്. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വയറ് അറിയില്ല. അതിന് അരിയും പൈസയും തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 കിലോ അരി വേണമെന്നുണ്ടെങ്കിൽ മിനിമം 56 റുപ്യെങ്കിലും കൊടുക്കാൻ വേണം. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാം മനസ്സിനെ ഭയങ്കരമായിട്ട് ഉലച്ച ഒരു സംഭവം തന്നെയാണ് ഇന്നലെ ഏറ്റുമാനൂർ നടന്നത്. ഒരമ്മയും 2 മക്കളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വലിയ കുടുംബമാണോ. ഇഷ്ടംപോലെ പൈസ ഭർത്താവിനുണ്ട്, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് അത്ര വലിയ പൈസ ഒന്നും ഇല്ല കേട്ടാ. ഭാര്യ BSc നേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അവർ കുറേ നാൾ ജോലിക്കും പോയതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും പറയല്ലോ ഇനി ജോലിക്കൊന്നും പോകണ്ട, അപ്പം ഇനിയിപ്പോൾ മക്കളെയും നോക്കിയിട്ട് നിങ്ങൾ നിന്നോന്ന് പറയില്ലേ. അങ്ങനെ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കി നിന്നതാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൂത്ത മകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-14 വയസ്സായി. പിന്നെ 2 മക്കൾ പിന്നെ പെൺകുട്ടികളാണ്, 11ഉം 10ഉം വയസ്സുള്ള. ഐറ്റങ്ങളെയും കൊണ്ടാണ് ഇന്നലെ ഈ സ്ത്രീ പോയിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയിട്ടാണ് അവർ ജീവൻ ഒടുക്കിയിരിക്കുന്നത്. എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവുമായിട്ട് ഈയിടെയായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ സ്ത്രീ ഒരുപാട് സ്ഥലത്തു നിന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീൻ്റെ തലയിലേക്ക് അങ്ങ് വന്നു. അതായത് ഈ ഭർത്താവ് അടക്കില്ല, കാരണം അയാൾ പോയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അടക്കില്ലല്ലോ. അയാൾ അടക്കാതിരിക്കുമ്പോൾ ഈ സ്ത്രീൻ്റെ മേലെ വന്നു. പിന്നെ ഈ സ്ത്രീ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അന്വേഷിച്ചു, പക്ഷേ എവിടെയും ജോലി കിട്ടിയില്ല. എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോഴും എക്സ്പീരിയൻസ് ഇല്ലല്ലോ, നിങ്ങൾ കുറേ നാളായില്ലേ വീട്ടിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ 10-42 വയസ്സായില്ലേ, ഇനി എന്തിനാണ് നിങ്ങൾ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ 25 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരാ ചെറിയ ശമ്പളത്തിന് കിട്ടാനുണ്ട്. പറയുമ്പോഴും നമ്മളെല്ലാം പറയും പള്ളീൻ്റെ ആശുപത്രിയാണ്, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ആശുപത്രിയാണ്, മറ്റേ ഈ ആശുപത്രിയാണ് എന്നൊക്കെ പറയും, നന്മ മരങ്ങളുടെ ആശുപത്രിയാണെന്നൊക്കെ പറയും. പക്ഷേങ്കിൽ കാര്യത്തോടടുക്കുമ്പോഴേ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങേൻ്റെ പുളി അറിയില്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. ഇങ്ങനെ ജോലി പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിക്കാറും ഉണ്ടാവില്ല, ഒരു പട്ടക്കാറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒരു അറിയേണ്ട ഒരു ബാധ്യത അവിടെയുള്ള പുരോഹിതനോ നാട്ടുകാർക്കോ പള്ളി കമ്മിറ്റിക്കോ ആർക്കെങ്കിലും ഉണ്ടടേ. അത് നിങ്ങൾ മനസ്സിലാക്കേ. ഞാൻ ക്രിസ്ത്യാനികളെ മാത്രം പറയുന്നില്ല കേട്ടാ. മുസ്ലിം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ഏതോനായാലും ശരി, ഒരു അയൽവക്കക്കാരൻ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കേ. അല്ലാതെ ഇവിടെ പിന്നെ എന്താ പറയേണ്ടത്, ഈ വാർത്ത കൊടുക്കുന്നതിൻ്റെ താഴെ ഞാൻ കാണുന്ന ഒരു വേർഡാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായി ഈ നമ്പറിൽ ബന്ധപ്പെടാമെന്ന്. ആ നമ്പറിലല്ല ബന്ധപ്പെടേണ്ടത്. അവിടെ എഴുതേണ്ടത് ഇതാണ്: നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം തീർക്കാനുള്ള പരിഹാരം ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം, ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇവരെ വിളിച്ചേനെ. ഈ ചെയ്യാൻ പോകുന്ന ടീം ഒരാൾ പോലും ഇവരെ വിളിക്കത്തില്ല. കാരണം ഇവരെ വിളിച്ചിട്ട് എന്താ കാര്യം? ഇവർ പറയുന്നത് വെച്ചാൽ ഉപദേശം തരാം. ഉപദേശം പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വയറ് അറിയാം. മക്കൾ വിശന്ന് കരയുമ്പോൾ ഉപദേശം കൊടുക്കാൻ പറ്റുക. കടക്കാരൻ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അവന് ഇതല്ലേ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്താനായിനി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപദേശം തരാം, കൗൺസിലിംഗ് തരാം, മണ്ണാങ്കട്ട തരാം എന്നൊക്കെ പറയുന്നത്. ജോലിയാണോ വേണ്ടത്? ഇവിടെയാണെങ്കിലുള്ള ജോലി മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒന്നിക്കെ പാർട്ടിക്കാരനാകണം, ഇല്ലെങ്കിൽ കയ്യിൽ പൈസ വേണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി വേണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരെ മണിയടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എന്താ വേണ്ടത്, ഇതൊക്കെ വേണം. ഇതല്ലേ ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരുത്തം പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടുമോ? ഇവിടെ ഒരു ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയാമെന്നറിയാം. അതായത് പിന്നെ പത്രത്തിലൊക്കെ പരസ്യം വരും ജോലി വേക്കൻസി ഉണ്ടെന്ന്. അവരവിടെ ആളെ എടുത്തിട്ട് ശമ്പളവും കൂടി കൊടുത്തിട്ടുണ്ടാകും, പേരിന് കൊടുക്കുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു അന്വേഷണം വരുമ്പോൾ ഇവരെന്നാ പറയാമെന്നറിയാം, അതാ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടാ, ഞങ്ങൾ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. ആ പത്രത്തിൽ കൊടുത്താൽ അങ്ങ് കാണിക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെ ഒരു പ്രഹസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപദേശമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൗൺസിലിങ്ങോ ഒന്നും അല്ല വേണ്ടത്. നല്ല രീതിയിൽ പൈസ വേണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. 10,000 രൂപയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനും ജീവിക്കാൻ കഴിയില്ല. ഇന്നത്തെ ഒരു ചെലവ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ഒരു 30,000 രൂപയെങ്കിലും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ അമ്മാതിരി പോക്കല്ലേ സാധനങ്ങളുടെ വില. റോക്കറ്റ് വിട്ട പോലെയാണ് പോകുന്നത്. പല ആൾക്കാരെന്ന് പറയുന്നത് മിണ്ടാന്ന് നിൽക്കുന്നത് എന്താണെന്നറിയാം, പേടിച്ചിട്ടൊന്നുമല്ല. അതായത് അവർ പിന്നെ ഈ എന്താ പറയുക മുണ്ട് മുറുക്കിയെടുത്ത് നിൽക്കുന്നതാണ്. പലർക്കും അമർഷങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ആൾക്കാരൊന്നും അറിയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല, കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയും കൂടുതൽ മദ്യം വിറ്റ് പോകുന്നതെന്ന്? ഇതൊന്നും ഉറങ്ങാൻ വേണ്ടിയിട്ട് കുടിക്കുന്നതാണ്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഈ പിന്നെ ഏടെങ്കിലും പോയിട്ട് പണിയെടുത്ത് വരുമ്പോഴായിരിക്കും ഈ കടത്തിൻ്റെ കാര്യം, ബാങ്ക് നോട്ടീസും മറ്റേതല്ലെങ്കിൽ വന്ന് കിടക്കുന്നുണ്ടാവുക. ഇതിനകത്ത് ഇന്ന് ഉറക്കം വരുമോ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊന്ന് വാങ്ങിച്ച് കുടിച്ചിട്ട് അങ്ങ് അതും അവിടെയും നമ്മൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പിന്നെ എന്താ പറയുക, ഒരു നടന്നു പോകാൻ വരെ ഒരു വഴിയില്ലാത്ത സ്ഥലത്താണ് ഈ സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്നത്.
ഒരു വണ്ടിക്ക് വരെ പോകാൻ പറ്റില്ല ചില സ്ഥലത്തൊക്കെ. കാലും എന്നാൽ കല്ലും മറ്റേ പാറയും കടന്നിട്ട് വേണം ഇത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ഓരോ ആൾക്കാർ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടത് കൗൺസിലിങ്ങോ ഇതൊന്നല്ല, ജോലിയാണ്. ആ സ്ത്രീ ഒരു ജോലിക്ക് വേണ്ടി തെണ്ടുമൊഴി ഏതെങ്കിലും ഒരുത്തനൊരു ജോലി കൊടുത്തിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരാൾ ആ സ്ത്രീനെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ആ ഒരു 2 കുട്ടികളെയും കൊണ്ട് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പോകുമായിരുന്നില്ല. ഇവർ മരിച്ചു കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ എന്നെ വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ, അയ്യോ ഞങ്ങൾക്കറിയില്ലായിരുന്നു, എൻ്റെ ഭഗവാനെ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം കരയുന്നുണ്ട്. അവരുടെ നാട്ടുകാർ തന്നെ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കരയുന്നത് ഞാൻ കണ്ടു. അതായത് ഇവരുടെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഇത്രയും വലിയ പ്രശ്നത്തിലൂടെയാണ് ഇവർ പോകുന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന്. ഒരാൾ പോലും നോക്കത്തില്ലടോ. അവനവൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും പട്ടിണി കിടപ്പുണ്ടോ എന്ന് ഒരുത്തിനും നോക്കത്തില്ല. ഇവനൊക്കെ ചിലപ്പോൾ ഫേസ്ബുക്കിൽ പേര് വരാൻ വേണ്ടിയിട്ടും ചിത്രം വരാൻ വേണ്ടിയിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ചിലപ്പോൾ ഫുഡ് മേടിച്ചു കൊടുക്കും. അയൽവക്കത്ത് ഓനാടെ പട്ടിണി കിടക്കുമെന്ന് ഇവൻ നോക്കത്തില്ല. എന്തുകൊണ്ട് നോക്കുന്നില്ല? അതിൻ്റെ അകത്ത് കൊടുത്ത കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഫേസ്ബുക്കിൽ പേര് വരില്ല, അയൽക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ പേര് വരില്ലല്ലോ. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരൻ ഓനാടെ കിടക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പേര് വരും. അതിന് വേണ്ടിയിട്ടുള്ള നടപ്പാണ് ഇന്ന് എല്ലാവരും പ്രഹസനമാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അയ്യോ ഭാവി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു തീർക്കും എന്നല്ലാതെ ഇവരൊന്നും ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യവും ചെയ്യില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആ ഒരു അമ്മയ്ക്കും 2 മക്കൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗതി വരുമായിരുന്നില്ല. ഈ ഗതിക്കൊക്കെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമാണ്. നമ്മുടെ നാട്ടിലുള്ള നമ്മളെ പിന്നെ ഭരണക്കാരായാലും ശരി, അതുപോലെ രാഷ്ട്രീയമായാലും ശരി, നാട്ടുകാരായാലും ശരി, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമുദായിക നേതാക്കന്മാരായാലും ശരി, അതുപോലെ നമ്മളെയൊക്കെ പിഴിഞ്ഞ് അമ്പലങ്ങളും പള്ളികളും പിന്നെ മസ്ജിദുകളും ഉണ്ടാക്കുന്നവർ എല്ലാവരും അതെ, എല്ലാവരും ഇതുപോലെ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരുത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കത്തില്ല, ഓൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കത്തില്ല. ഇതിനൊക്കെ പിരിവിനും കാര്യത്തിനൊക്കെ എല്ലാവരും കൃത്യമായിട്ട് വരികയും ചെയ്യും. കൊടുത്തില്ലെങ്കിൽ അവനെ പരമാവധി ഉപദ്രവിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും മാറണം. അതായത് ഈ കൗൺസിലിംഗ് തരാം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ വരൂ, നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തീർത്തു തരാം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൗൺസിലിംഗ് തന്നിട്ട് അതും പൊഴുങ്ങി തിന്നിട്ട് പോയിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും കാര്യം നടക്കൂല മക്കളെ. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ പറയൂ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പറയാം. ഇത് ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തിന് ജോലി കിട്ടുന്നുണ്ടോ? ഇതിനിടയിൽ നാട്ടിലൊരു ജോലീൻ്റെ ഒരു പരസ്യം കണ്ടു. പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്, ഇപ്പം കേരളം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ അകത്തുള്ള വിവരങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BCom പാസ്സാകണം, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അക്കൗണ്ടിങ് ആണ് ജോലി, 5 വർഷത്തെ എക്സ്പീരിയൻസ്. എത്ര ശമ്പളം എന്നറിയാം? പിന്നെ 9,000 രൂപ ശമ്പളം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറെ വേക്കൻസി ഉണ്ട്, 20,000 രൂപ ശമ്പളം കിട്ടും. അതുപോലെ ഈ പിന്നെ ലോഡ് ഇറക്കാനും കയറ്റാനും വേക്കൻസി ഉണ്ട്, അതിനും 20,000 രൂപ ശമ്പളമുണ്ട്. ഈ പഠിച്ച് BCom വരെ പഠിച്ചവന് മാത്രം 9,000 രൂപ ശമ്പളം. അവൻ അതിനെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്കി ജീവിച്ചോളണം, അതാ അർത്ഥാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു ജോലിക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് പെണ്ണുങ്ങളെയാണ്, അതായത് സ്ത്രീകളെയാണ്. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, അതാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഠിച്ചവന് വില വേണം. പഠിച്ചവന് മിനിമം ശമ്പളം ഇത്ര കൊടുക്കണമെന്ന് എല്ലാവരുടെയും ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട് നന്നാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ പഠിച്ചവന്മാരെ അപമാനിച്ച് ഇവരെയൊക്കെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത കുറേ മണ്ടന്മാരാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ നല്ല രീതിയിൽ പഠിച്ചവരൊക്കെ വിദേശത്തേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ആ പഠിച്ചതിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ ഓരോരുത്തരെന്ന് പറഞ്ഞാൽ വാച്ച്മാൻ്റെ പോസ്റ്റിൽ കയറുന്നു. അത് കഴിഞ്ഞിങ്ങനെ കയറി അവനിങ്ങനെ പ്രൊമോഷൻ വാങ്ങിച്ച് അവൻ പിന്നെ 1 ലക്ഷം ശമ്പളം വരെ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നതാണ്, അവിടെ ഒരു വേക്കൻസി ഉണ്ട് കേട്ടാ, നിനക്ക് ഒരു 5 ലക്ഷം തന്നു കഴിഞ്ഞാൽ നിനക്ക് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇതിലാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ഈ പിന്നെ കളക്ട് ചെയ്യാൻ പോകുന്നില്ലേ, ആ ഒരു ജോലിയായിരിക്കും. പക്ഷെ ഇവർ പറയുന്നത് എന്താണെന്നറിയാം, നീ ആ ജോലിക്ക് കയറോ, 2 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, അടുത്ത കൊല്ലം വീണ്ടും പ്രൊമോഷൻ കിട്ടും. അപ്പോൾ ഇനി 10ാം ക്ലാസ് മാത്രമേ പാസ്സാകണ്ടു ഈ സംഭവത്തിന്. അപ്പോൾ പഠിച്ചവനാ ഇങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ കയറിയിരിക്കുന്നു. പിന്നെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ നാട് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മമരങ്ങളാണ്, എല്ലാം നന്മമരങ്ങളാണ്. ഇതിനിടയ്ക്ക് ഒരു 70 വയസ്സുകാരൻ വന്നിട്ട് ലുലുവിൻ്റെ വരിയിൽ നിന്നു. അയാൾ അവിടെ നിന്നിട്ട് കുറച്ച് ആൾക്കാർ വീഡിയോ എടുത്തുകൊണ്ട് അയാൾക്ക് ജോലി കിട്ടി. ഇല്ലെങ്കിൽ അയാൾക്ക് എവിടെ കിട്ടാനാന്ന്? അയാൾക്ക് പോടാ അവിടെ നിന്ന് പറയുകയാണെന്ന്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞാൽ ഒരുത്തനെയും വേണ്ട, വേസ്റ്റാന്ന് അവരൊക്കെ എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആരും ചെയ്യരുത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരെങ്കിലും ഇടപെട്ട് അത് തീർക്കാൻ നോക്കണം. ഇതുപോലെ ഒരു സംഭവം ഇനി ഉണ്ടാകരുത്. നമ്മളൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളാണ് ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാന്ന് ഒരാൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സങ്കടം തന്നെയാണ്. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ശാപം ഉണ്ടല്ലോ, അതൊരിക്കലും എന്ന് പറഞ്ഞാൽ വിട്ടുമാറില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ പൂത്ത പണക്കാരാണ്, നല്ല രീതിയിൽ പണമുള്ളവരാണ്. അതുമാത്രവുമല്ല ഈ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇവരുടെ അച്ഛന്മാർ വരെ ഉണ്ട് ബന്ധുക്കളായിട്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അവരൊക്കെ പോലും ഇതൊന്ന് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എനിക്ക് ലൈക്ക് തരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. അത് നിങ്ങൾ മറക്കരുത്. കാരണം മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വയറ് അറിയില്ല. അതിന് അരിയും പൈസയും തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 കിലോ അരി വേണമെന്നുണ്ടെങ്കിൽ മിനിമം 56 ഉറുപ്പിയെങ്കിലും കൊടുക്കുകയും വേണം. നന്ദി, നമസ്കാരം.